മലയാളത്തിന്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗം മലയാളികൾക്ക് തീരാനഷ്ടം തന്നെയാണ്. ഇന്നലെ 7:53 തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 1 വർഷത്തിലധികമായി അമല ആശുപത്രിയിൽ പലപ്പോഴായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം കൂട്ടായി കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തോളം മലയാളികളുടെ കൂടെ പി ജയചന്ദ്രന്റെ ശബ്ദമുണ്ടായിരുന്നു. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി എന്നീ ഭാഷകളിലായി 1000-ലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. 1944 മാർച്ച് 3 എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറി. തൃശൂർ സ്വദേശിനിയായ ലളിതയാണ് ഇദ്ദേഹം വിവാഹം ചെയ്തിട്ടുള്ളത്. ഒരു മകനും മകളും ഇവർക്കുണ്ട്. 1958 ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗത്തിൽ 1-ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2-ാം സ്ഥാനവും ഇദ്ദേഹത്തിന് ലഭിച്ചു. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു 1-ാമതെത്തിയത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറി. പിന്നീട് ചലച്ചിത്ര ഗാനാലാപനത്തിൽ ശ്രദ്ധേയനായതോടെ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. ഇദ്ദേഹം അസുഖബാധിതനാണെന്ന വിവരം നേരത്തെ മുതൽ പുറത്തു വന്നിരുന്നെങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത് കുറച്ചു നാളുകൾക്ക് മുൻപ് വീണ്ടും അദ്ദേഹം പൊതുവേദികളിൽ എത്തിയതിന്റെ ആശ്വാസത്തിലായിരുന്നു മലയാളികളെല്ലാം. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ ഈ അപ്രതീക്ഷിതമായ മരണവാർത്തയെത്തുന്നത്. കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇദ്ദേഹം അമല ആശുപത്രിയിൽ 1 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. പിന്നീട് കഫക്കെട്ട് കൂടിയതിനെ തുടർന്നാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം വീട്ടിൽ പോകണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി ശ്വാസതടസ്സം അനുഭവപ്പെടുകയും വീട്ടിൽ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തുടർന്ന് രാത്രി 7:30 അമല ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. 7:53 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നലെ അമല ആശുപത്രിയിൽ സൂക്ഷിച്ച ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് പൂങ്കുന്നത്തെ വീട്ടിൽ 9 മണി മുതൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 12:30 വരെ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം നടത്തും. ശേഷം നാളെ പറവൂർ ചേന്ദമംഗലത്തെ തറവാട്ട് വീട്ടിലാണ് സംസ്കാരം നടത്തുക. പഴയതോ പുതിയതോ എന്ന വ്യത്യാസമില്ലാതെ തലമുറകൾ ഒരുപോലെ ഏറ്റെടുത്ത ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മധുരമൂറുന്ന ശബ്ദത്തിൽ മലയാളികൾ കേട്ടത്. ദേശീയ പുരസ്കാരവും 5 തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും മികച്ച തമിഴ് പിന്നണി ഗായകനുള്ള തമിഴ്നാട് സർക്കാർ പുരസ്കാരവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. 2021 കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. മക്കളായ ലക്ഷ്മിയും ദിനനാഥും ഗായകരാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ വിയോഗം മലയാളക്കരയ്ക്ക് തീരാ നഷ്ടം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.